ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും നമ്മുടെ ഓണർ റെസിപ്പീസൊക്കെ കാണുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു പുളിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ്. ഒരു വെറൈറ്റി പുളിശ്ശേരിയാണ്. മത്തങ്ങ വെച്ചിട്ടാണ് പുളിശ്ശേരി നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ ചാനലിൽ കുറേയധികം പുളിശ്ശേരിയുടെ റെസിപ്പീസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. കുമ്പളങ്ങ പുളിശ്ശേരി, പഴമാങ്ങ പുളിശ്ശേരി, വഴുതനങ്ങ പുളിശ്ശേരി, അതുപോലെ കുറേ പുളിശ്ശേരിയുടെ റെസിപ്പീസൊക്കെ ഉണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ എല്ലാം കണ്ട് നോക്കുക. അപ്പോൾ ഈ ഓണത്തിന് മത്തങ്ങ പുളിശ്ശേരി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ പുളിശ്ശേരി ഉണ്ടാക്കാൻ തുടങ്ങാം. പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ സൈസിലുള്ളൊരു മത്തങ്ങ കഷ്ണമാണ്. ഇത് ഏകദേശം ഒരു 300 ഗ്രാം കാണും. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതൊന്ന് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. ഇനി കറിക്ക് ഒരു അരപ്പുണ്ടാക്കണം. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണിത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി അല്ലി, 4 പച്ചമുളക്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, തേങ്ങ ചിരവിയത് ഒരു 1/4 കപ്പ്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരക്കാൻ പാകത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മിക്സി മൂടി ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. മത്തങ്ങ തൊലിയെല്ലാം കളഞ്ഞെടുത്തതിന് ശേഷം ഇതുപോലെ കഷ്ണങ്ങളായിട്ട് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് മത്തങ്ങ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന മത്തങ്ങ നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ വെള്ളമൊന്നും വേണ്ട, കഷ്ണങ്ങളൊക്കെ ഒന്ന് മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി പാൻ സ്റ്റവിൽ വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം. പാൻ സ്റ്റവിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി പാനൊന്ന് മൂടി വെച്ചൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് മത്തങ്ങ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇടയ്ക്ക് മൂടി മാറ്റിയിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. മത്തങ്ങ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 8 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. നമുക്കിപ്പോൾ മത്തങ്ങ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ മത്തങ്ങ പാകത്തിന് വെന്തൊക്കെ വന്നിട്ടുണ്ട്. വേണമെങ്കിൽ സ്പൂൺ കൊണ്ടൊന്ന് പതുക്കെ ഉടച്ചു കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ മത്തങ്ങ പ്രഷർ കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. പ്രഷർ കുക്കറിൽ വെച്ചതിന് ശേഷം ഒരു വിസിൽ വരുമ്പോഴത്തേക്കും സ്റ്റവ് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മത്തങ്ങ നല്ല പാകത്തിന് വെന്ത് കിട്ടും. തേങ്ങ കാണുന്ന പോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കറിക്ക് ആവശ്യമായ തൈരാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് തൈരാണ്. 250 ml കപ്പിന് 1 കപ്പ് തൈര്. അതൊന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഉടച്ചു വെച്ചിട്ടുണ്ട്. തൈര് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ പുളിച്ച തൈരും അതുപോലെ തന്നെ ഒട്ടും പുളിയില്ലാത്ത തൈരും എടുത്തിട്ട് ഒരു മീഡിയം പുളിയുള്ള തൈര് വേണം ഇതിനായിട്ട് ഉപയോഗിക്കാനായിട്ട്. ഇനി അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് ഈ വെന്ത മത്തങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. കൂടുതൽ തിക്കാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് തേങ്ങ അരച്ച മിക്സി കഴുകിയ വെള്ളമാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. വെള്ളം ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പെല്ലാം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2-3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തിളപ്പിക്കണം. ആ തേങ്ങയുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. തൈര് ചേർത്ത് കഴിഞ്ഞ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പിന്നെ കറി തിളക്കാൻ അനുവദിക്കരുത്. സ്റ്റവ് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കറി ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യണം. ഇപ്പോൾ പുളിശ്ശേരി നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ പുളിയും ചെറിയൊരു മധുരമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പുളിശ്ശേരി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ചില മത്തങ്ങ കുക്ക് ചെയ്ത് വരുമ്പോൾ നല്ല മധുരിപ്പായിരിക്കും. അപ്പോൾ നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് വേണം മധുരമൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ കറി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം. കറിയിലേക്ക് കടുക് പൊടിച്ചിടാനായിട്ട് ഒരു ചെറിയ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് പൊട്ടിക്കണം. ഉലുവ ചേർക്കുന്ന ഭാഗം വീഡിയോയിൽ വന്നിട്ടില്ല. ആ സമയത്ത് ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയതാണ്. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ഓർത്ത് 1/4 ടീസ്പൂൺ ഉലുവയും കൂടി പൊട്ടിക്കണം. ഉലുവയും കടുവും പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതും ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് മൂപ്പിക്കണം.
ഇപ്പോൾ ഉള്ളിയെല്ലാം മൂത്ത് ചെറിയ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി കടുക് വറുത്തത് നമുക്ക് പുളിശ്ശേരിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ രുചികരമായ മത്തങ്ങ പുളിശ്ശേരി റെഡി ആയി കഴിഞ്ഞ് വളരെ ടേസ്റ്റിയും നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഈ ഓണത്തിന് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി പുളിശ്ശേരി ആയിക്കോട്ടെ. നമ്മുടെ ചാനലിൽ കുറേ പുളിശ്ശേരിയുടെ റെസിപ്പീസൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. കുമ്പളങ്ങ പുളിശ്ശേരി, വഴുതനങ്ങ പുളിശ്ശേരി, ഏത്തക്ക പുളിശ്ശേരി, പഴമാങ്ങ പുളിശ്ശേരി, അങ്ങനെ കുറേയധികം പുളിശ്ശേരിയുടെ റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. വീണ്ടും ഇതുപോലെ നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്